2026 സ്റ്റാർട്ടായി അല്ലേ? അങ്ങനെ ജനുവരി ആയി. ഈ മാസം മതി നമ്മുടെ ജീവിതം മാറ്റാൻ. സത്യമല്ലേ? നല്ല മോട്ടിവേഷനോട് കൂടി സെൽഫ് ഡിസിപ്ലിനോട് കൂടി പോയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രസ് നമുക്ക് തന്നെ ഉറപ്പ്. ജനുവരി കലണ്ടറിലെ ഒരു പുതിയ മാസം മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു കാര്യം വീണ്ടും തുടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് ജനുവരി. കഴിഞ്ഞ വർഷം ചിലപ്പോൾ വേണ്ടതുപോലെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മൾ അതിനോട് ഒരു പാനിക്കായി ക്ഷമ ചോദിച്ച് അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചു, അതിനൊക്കെ ശ്രമിച്ചു, പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും ശരിയായില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ചില കാര്യങ്ങൾ സെറ്റാവുമെന്ന് വിചാരിച്ചു, അതൊന്നും ശരിയായില്ല. ചിലതൊക്കെ ഒരു മൂടൽമഞ്ഞ് പോലെ അല്ലെങ്കിൽ ഒരു പുകപടലം പോലെ നമ്മുടെ മുമ്പിൽ വന്നു പോയി. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു, ചില ആളുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുറേ ലേണിംഗ് ലെസൺസ് ആണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾ. പക്ഷേ ഈ വർഷം തുടങ്ങായി, ജനുവരി തുടങ്ങായി. പലരും ജനുവരി തുടങ്ങുമ്പോൾ തന്നെ വലിയ വലിയ ഗോൾസ് എല്ലാം എഴുതുമല്ലേ, വലിയ ഗോൾസ് എഴുതും. പക്ഷെ ഫെബ്രുവരി ആകുമ്പോഴേക്കും പകുതി കാര്യങ്ങൾ നമ്മൾ മറക്കും. ജനുവരിയിൽ എഴുതി വെച്ച ഗോൾസ് എല്ലാം ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മൾ മറന്നു കഴിയും. പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോട്ടിവേഷൻ്റെ മാത്രമാവില്ല കേട്ടോ. ചിലപ്പോൾ ഒരുമിച്ച് എല്ലാം കൂടി ചെയ്യാൻ നോക്കുമ്പോൾ പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൂടിയാവും. നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് ലൈഫിനൊന്ന് റീബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലേ. ചിലപ്പോൾ അതൊരു ഡ്രമാറ്റിക് ഡിസിഷനായി മാറും. നമ്മൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അതിൽ ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ടാവുന്നു, അത് ശരിയാവുന്നില്ല, വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതൊരു ചിലപ്പോൾ എല്ലാം കൂടി നമുക്ക് പറ്റണമെന്നില്ല. അപ്പോൾ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി, ചെറിയ തുടക്കങ്ങൾ. പക്ഷെ എന്നാലും തുടങ്ങാണ്ടിരിക്കരുത് കേട്ടോ. നമ്മൾ ഇന്നത് കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ ഒരു ഫോക്കസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം, നമുക്കൊരു എയിം ഉണ്ടാവണം. ഇപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഹെൽത്ത് കണ്ടീഷൻസിനെ ഒന്ന് നല്ലതാക്കണം എന്നുള്ളതായിരിക്കാം, ആരോഗ്യം വീണ്ടെടുക്കണം എന്നായിരിക്കാം. അപ്പോൾ അതിനെന്താ വേണ്ടത്? ആ ഗോൾ സെറ്റ് ചെയ്യാം, ചെറിയ സ്റ്റെപ്സ് എടുക്കുക, കൺസിസ്റ്റൻറ്റ് സ്റ്റെപ്സ് എടുക്കുക. വലിയ സ്റ്റെപ്സ് എടുക്കുമ്പോൾ ചിലർക്ക് പറ്റാണ്ട് വരും. അപ്പം നമ്മൾ ചെറിയ സ്റ്റെപ്പായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഓക്കെ, റെസ്റ്റ്, റീസെറ്റ്. നമ്മൾ റെസ്റ്റ് എന്നുള്ളതൊരു റീസെറ്റ് ബട്ടൺ പോലെ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു റീസെറ്റ് ബട്ടൺ, അല്ലെങ്കിൽ മൊബൈലിലുണ്ടല്ലോ, അതുപോലെ നമുക്കൊരു റീസെറ്റ് ബട്ടൺ ആവശ്യമുണ്ട്. നമ്മൾ ക്ഷീണിതനാണ് എന്ന് തോന്നുന്നത് നമ്മൾ വിചാരിക്കും, ഞാൻ ടയർഡായിപ്പോയി, ഞാൻ ഫെയിലിയർ ആണ്, അങ്ങനത്തെ ഒരു തോന്നലുകൾ ഉണ്ടാവും അല്ലേ. ടയർഡ് ആവണത് പലപ്പോഴും നമ്മളൊരു ഫെയിലിയർ ആയതുകൊണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്ത് വയ്യാണ്ടായി, എനിക്ക് ഇത്രയും ചെയ്തിട്ടും എനിക്ക് സക്സസ്ഫുൾ ആവണം എന്ന് ആയില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വിശ്രമം ലൈഫിൽ ആവശ്യമുണ്ട്. ടേക്ക് ലിറ്റിൽ ബിറ്റ് റെസ്റ്റ്. എന്താ വെച്ചാൽ വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ടൈം വേസ്റ്റ് ആണെന്നുള്ളത്. ടൈം വേസ്റ്റ് ഒന്നുമല്ല. വിശ്രമം നമ്മൾ അടുത്തതായിട്ട് നന്നായി തുടങ്ങാനുള്ള ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ കണ്ടിന്യൂസ് ഒരു വർക്ക് ചെയ്തു, നമ്മൾ ടയർഡായി, അപ്പം അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും. നേരെ മറിച്ച് ഒരു ഡേ ഓഫ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 10 minutes ഓഫ് എടുത്തിട്ട് നമ്മൾ വീണ്ടും നമ്മളെ റീബൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സലൻ്റ് ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചിലർക്ക് ഫാസ്റ്റായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ പതുക്കെ ചെയ്യാം, പക്ഷെ നിർത്തണ്ട. ജനുവരിയിൽ നമ്മൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇയർന്ന് വന്നതല്ലേ. അപ്പോൾ ജനുവരിയിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് തുടങ്ങി, ഇനി ഇത്ര ദിവസമായി, പെട്ടെന്ന് ദിവസങ്ങൾ പോണ പോലെ തോന്നുമല്ലേ ചിലപ്പോൾ നമുക്ക്. അപ്പം അതുകൊണ്ടൊന്നും നമ്മൾ നിർത്തരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യണം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പക്ഷെ നമ്മൾ ഓടി എത്തിയില്ല എന്ന് വെച്ചിട്ട് അതിൽ സങ്കടപ്പെടേണ്ട, കുഴപ്പമില്ല. റെസ്റ്റ് എടുത്തിട്ട് റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും റീബൂട്ട് ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് നല്ല ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാം. കഴിഞ്ഞ വർഷം ചില കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അതിൻ്റെ കുറ്റബോധമൊക്കെ മനസ്സിലുണ്ടാവില്ല. എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു, അതൊന്നും പറ്റിയില്ല. അതൊന്നും ഈ വർഷത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അതവിടെ കഴിഞ്ഞു, അതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യുക, അത് വേണ്ട നമുക്ക്. പക്ഷേ ഈ വർഷം നമ്മൾ ജനുവരി വന്നു, നമ്മുടെ മുമ്പിൽ ഒരു മാസം, പുതിയ വർഷമുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള കാര്യങ്ങൾ 1 to 10 നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസിപ്ലിനായിട്ട് ചെയ്യാം. നമ്മൾ ആ സെൽഫ് ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്മൂത്തായിട്ട് കുറേയൊക്കെ പോകും കേട്ടോ. പറ്റാണ്ട് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട. അത് നമ്മളൊരു റീസെറ്റ് ടൈമാണ്, റെസ്റ്റ് ടൈമാണ്. അത് വീണ്ടും കൂടുതലായിട്ട് നമ്മൾക്ക് ആക്റ്റീവായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു അവസരം തരുന്നു എന്ന് നമ്മളോട് തന്നെ പറയാം. നമ്മളോട് പറയേണ്ട കാര്യമുണ്ട്. നമ്മൾക്ക് നല്ലൊരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള സമയമുണ്ട്. നമുക്ക് ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി എനിക്ക് കൂടുതൽ എൻ്റെ സെൽഫ് പ്രോഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമ്മളോട് തന്നെ പറയണം.
സിമ്പിളായിട്ട് നമുക്ക് ജനുവരി നല്ല ഫ്രൂട്ട്ഫുള്ളായിട്ട് പോകാൻ പറ്റിയ ചില കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കിയിട്ട് പെർഫെക്റ്റ് ആവാൻ പറ്റണില്ല, വിഷമിക്കേണ്ട. കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിച്ചാൽ മതി. നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ അതിന് എയിം ചെയ്താലും മതി കേട്ടോ. പെർഫെക്റ്റ് ആവാൻ ചെയ്യാൻ പറ്റുന്നവർക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം, കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇനി ഒരു ദിവസം നമുക്ക് 90% അല്ലെങ്കിൽ 100% നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, ഡോണ്ട് വറി. നമുക്ക് 1% ചെയ്യാൻ പറ്റിയല്ലോ. 30 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ 1% ഞാൻ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു ഇത്. അപ്പം നമ്മൾക്ക് തന്നെ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും നമ്മളത് ചെയ്തല്ലോ എന്നുള്ളത്. പിന്നെ 3 കാര്യങ്ങൾ പറയാമേ. നമ്മൾ നമ്മളെ വേറെ ആരായിട്ടും കമ്പയർ ചെയ്യണ്ട. പിന്നെ ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ള ആ ഒരു ഹറി, ആ ഒരു റഷ് മെൻറ്റാലിറ്റിയിൽ അതും വേണ്ട. എന്നുവെച്ചാൽ ആ ഒരു റഷ് ആൻഡ് ഹറി മെൻറ്റാലിറ്റി കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നമുക്ക് നല്ലതാണ്. പക്ഷെ അത് നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകേണ്ട തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ആവരുത്. പിന്നെ കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യരുത്. നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, ക്വിറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ നല്ലൊരു പ്രോഗ്രസ് ആയിട്ട് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കൊണ്ടുപോയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹേർഡിൽസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ ക്വിറ്റ് ചെയ്താലോ എന്നുള്ളത്. അത് വേണ്ട. ജനുവരി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അവസരങ്ങൾ തരുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ച് നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ അവസരങ്ങൾ. ആ അവസരങ്ങളെ നന്നായി തന്നെ എല്ലാവരും ഉപയോഗിക്കുക. പതുക്കെ പോയാലും കുഴപ്പമില്ല അല്ലേ. നമ്മൾക്ക് ശാന്തതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം തരുന്ന ഒരു മാസമാണ് ജനുവരി. സത്യം പറഞ്ഞാൽ ജനുവരി നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: നീ റെഡിയാണോ? നീ ലൈഫ് 2026 പവർഫുള്ളായിട്ട് പോകാൻ നീ റെഡിയാണോ എന്നാണ് ജനുവരി നമ്മളോട് ചോദിക്കുന്നത്. നീ ഇപ്പോൾ തുടങ്ങുന്നുണ്ടോ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ജനുവരി ചോദിക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് യെസ്, നമുക്ക് പോകാം, ഒരുമിച്ച് പോകാം. ഒരു ചെറിയ ചൂട് വയ്ക്കാൻ പറ്റുള്ള വെച്ചാൽ വെൽ ആൻഡ് ഗുഡ്. ഈ വർഷം നമ്മളെ വേറെ ഒരാളാക്കി മാറ്റുന്നേ. ഫിനാൻഷ്യലായിട്ടും ഹെൽത്ത് വൈസായിട്ടും ഇൻ്റലക്ച്വലായിട്ടും എല്ലാവർക്കും പോസിറ്റീവായിട്ട് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. പതുക്കെ പോകാം, ശാന്തമായി. പക്ഷെ ഉറപ്പോടെ പോകണം കേട്ടോ, കൺസിസ്റ്റൻ്റ് ആവും എന്നുള്ളത്. ഇതാണ് നമ്മുടെ തുടക്കം. ജനുവരി ഫ്രൂട്ട്ഫുൾ ആവട്ടെ എല്ലാവർക്കും. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. ജിത.